ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ കുറച്ച് മുൻപ് ഉണ്ടായതാണ്. അതായത് ഇന്നലെ തുടങ്ങിയ ഡ്രാമ അത് ഇനി അവസാനിച്ചിട്ടില്ല. കുറേ നേരമായിട്ട് അത് തന്നെയായിരുന്നു ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ജാസ്മിനെ ഗബ്രി ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. ബാക്കിൽ നടക്കുമായിരുന്നു ജാസ്മിൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിന് തിരിച്ചൊരു പ്രതികാരം എന്നോണം എന്തായി, അതേപോലെ ജാസ്മിൻ ഉച്ചയായപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങി. തിരിച്ച് ഗബ്രി എന്തായി, ജാസ്മിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. ജാസ്മിൻ ഫുഡ് കഴിക്കാതെ കിടന്നുറങ്ങാൻ തുടങ്ങി. വാഷ്റൂമിൽ പോകുന്നു, വരുന്നു, വീണ്ടും ബെഡിൽ കിടക്കുന്നു, ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ജിൻഡോ ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട്, കാരണം കുറച്ച് കഴിഞ്ഞാൽ ടാസ്ക് വരും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം, ഗബ്രി മോനെ നീ അവനോട് എങ്ങനെയെങ്കിലും അവളോട് ഫുഡ് കഴിക്കാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എന്തായാലും ടാസ്ക് ഞാൻ കളിക്കും, അത് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എന്തായാലും ഫുഡ് കഴിക്കും, ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ കുറേ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഇന്നലത്തേൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിൽ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. സത്യമായിട്ടും തുറന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ബിഗ് ബോസ് ലൈവ് ഇത്രയും നേരം കുത്തിയിരുന്ന് കാണാൻ മാത്രം മനക്കെട്ടിയുള്ള ആൾക്കാരെ സമ്മതിക്കണം എന്നാണ്. കാരണം ഇവരുടെ ഈ ഒരു വിഷയം, ഇവർ പറയണ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിഞ്ഞും ഒരേ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകരെയാണ് ഇവർ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം. മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവരെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവർക്കറിയാം. ഇത് റസ്മിനാണ്, നമുക്കറിയാലോ. റസ്മിൻ പുറത്ത് പോയിട്ട് എല്ലാം അറിഞ്ഞ് വന്ന് ജാസ്മിനോട് പറഞ്ഞു, അഫ്സൽക്ക നിൻ്റെ പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനിയെങ്കിലും ഒന്നിക്കലും നീ ഗബ്രീനെ പിടിക്കുക, അല്ലെങ്കിൽ നീ ആരുമായിട്ടും ഇതാകാതിരിക്കുക. അപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ, ഗബ്രീനെ പിടിക്കണം, ഗബ്രിയായിട്ട് റിലേഷൻഷിപ്പ് ആകണം. അതിന് ഗബ്രീൻ്റെ വായിൽ നിന്ന് തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പുറത്തു വരണം, അല്ലെങ്കിൽ അവർ തമ്മിൽ ആ ഒരു രീതിയിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള അടവാണിപ്പം ജാസ്മിൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ പല റിലേഷൻഷിപ്പിൻ്റെയും സ്റ്റാർട്ടിങ് കാണുന്നതാണ്. അതായത് ഇവർ തമ്മിൽ ഫ്ലേട്ടിങ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇവർ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് ജാസ്മിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പുറത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഗബ്രീനെ കണ്ടപ്പോഴത്തേക്കും അങ്ങ് മയങ്ങി വീണ് ആ ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ ഇപ്പം പുറത്തുള്ള ആൾ പോയി, ഇവിടെയുള്ള ഗബ്രിക്കാണെങ്കിലും തന്നോട് സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുന്നൊന്നും കണ്ടപ്പോൾ, റസ്മിനും കൂടി വന്ന് പറയുന്നതും കൂടി കണ്ടപ്പോൾ മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് ജാസ്മിൻ. പിന്നെ ഞാൻ പറയാൻ വന്നത് ഇതാണ്, സ്വാഭാവികമായ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ എന്താ പറയുക, ദേഷ്യവും കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളൊക്കെ വരും. പിന്നീട് അവർ തമ്മിൽ ഒരുമിക്കും, പിന്നീട് ആദ്യം ഇതാകും. അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ സ്നേഹം കൂടി വന്നിട്ട് ആ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന രീതിയിൽ നമ്മൾ പല റിലേഷൻഷിപ്പും കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ജാസ്മിനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗബ്രി അതിലൊന്നും വീഴുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ എന്തായാലും ലൈവിൽ എനിക്ക് പ്രണയമാണെന്ന് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഗബ്രിയുടെ മുഖത്ത് നോക്കി. പക്ഷെ ഗബ്രിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗബ്രിയുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ ലൈവിൽ ഇവരെ മാത്രം കാണിക്കുന്നതും ഇവരെ സംസാരിക്കുന്നതും പ്രേക്ഷകർക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം.